ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്ത മറിയം വനിതാ സമാജം 2024 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ എല്ലാവരും ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് യേശുവിങ്കലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക, ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് റൺ ദ റേസ് പെർസിസ്റ്റന്റ്ലി എന്ന പുസ്തകത്തിന്റെ 2ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ പഠനഭാഗം. ദി പേഴ്സൺഹുഡ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ആളത്വം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ പഠന വിഷയം. പ്രത്യേകമായിട്ട് 2 പ്രധാനപ്പെട്ട ചിന്തകളാണ് നമ്മൾ ആ ഒരു അധ്യായത്തിൽ പറഞ്ഞത്. ഒന്ന്, ഗോഡ് ഇസ് റിവീൽഡ് ത്രൂ ക്രൈസ്റ്റ്, ദൈവം ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നു. 2, ദ സൺ ഇസ് സുപ്പീരിയർ ടു ദ ഏഞ്ചൽസ്, പുത്രൻ മാലാഖമാരേക്കാൾ സമുന്നതനാണ്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട ചിന്തകളായിരുന്നു നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ സംസാരിച്ചത്. ഇന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 2ഉം 3ഉം അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കുവാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന ഭാഗങ്ങൾ. ഈ ഒരു 2ഉം 3ഉം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, 1-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു ക്രിസ്തുവിന്റെ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ഔന്നത്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ചിന്തകളായിരുന്നു നമുക്ക് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു 2 അധ്യായങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിലേക്ക്, പൂർണ്ണ മനുഷ്യനായി തീർന്ന ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലേക്ക് അല്ലെങ്കിൽ ആളത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന ചിന്തകളാണ് നമുക്ക് ഈ ഒരു 2 അധ്യായങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ജീസസ്, who was the son of God, who was superior to angels, willfully became man. മനുഷ്യനായി തീർന്ന ക്രിസ്തുവിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു 2 അധ്യായങ്ങളിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായങ്ങളിൽ പല വിശേഷണങ്ങൾ, ക്രിസ്തുവിന് മനുഷ്യത്വത്തോട് ചേർന്ന പല വിശേഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദ പയനിയർ ഓഫ് സാൽവേഷൻ, വിശ്വാസത്തിന്റെ നായകൻ, പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പൂർത്തീകാരൻ, നമ്മുടെ ഒരു മൂത്ത സഹോദരൻ എന്നുള്ള നിലയിൽ, an elder brother എന്നുള്ള രീതിയിൽ ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റ് ആൻഡ് അപ്പോസ്റ്റൽ, മഹാപുരോഹിതനായിട്ടും അപ്പോസ്തോലനായിട്ടും ഒക്കെ ക്രിസ്തുവിന്റെ ആളത്വം എന്നുള്ളതിനെ വിശേഷിപ്പിച്ച് നമുക്ക് പല ടൈറ്റിൽസും നമുക്ക് ഈ 2 അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും. എന്താണ് ഈ 2 അധ്യായങ്ങളിലെ വിഷയം എന്നൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3 പ്രധാനപ്പെട്ട ഡിവിഷൻസ് ആണ് നമുക്ക് വരുത്താൻ സാധിക്കുന്നത്. ഒന്ന്, do not neglect the great salvation. ക്രിസ്തു വെളിപ്പെടുത്തി തന്നതായിട്ടുള്ള വലിയ രക്ഷയെ അവഗണിക്കരുത്, തിരസ്കരിക്കരുത് എന്നുള്ളതാണ് 1ാമത് വേദഭാഗം നൽകുന്ന ചിന്ത. 2, why God became man. ദൈവം എന്തിനു വേണ്ടി മനുഷ്യാവതാരം ചെയ്തു, എന്തിനു വേണ്ടി ദൈവം മനുഷ്യനായി മാറി എന്നുള്ള ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും എസൻസ് തന്നെ നമുക്ക് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. 3ാമതായിട്ട് ക്രിസ്തുവിന് നൽകുന്ന കുറെ വിശേഷണങ്ങളാണ്. ആസ് എ സേവിയർ, ദ ബ്രദർ, ഹൈ പ്രീസ്റ്റ്, രക്ഷകനായിട്ടും മൂത്ത സഹോദരനായിട്ടും മഹാപുരോഹിതനുമായിട്ടും ഒക്കെ പല ടൈറ്റിൽസ് നമുക്ക് 3ാമത്തെ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇനി 3ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ, ജീസസ് ഈസ് സുപ്പീരിയർ ടു മോസസ്, മോശയേക്കാൾ സമുന്നതനാണ് കർത്താവ് ക്രിസ്തു എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് 3ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് 2 അധ്യായങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഒന്നാമതായിട്ട് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, ഡു നോട്ട് നെഗ്ലക്ട് ദ ഗ്രേറ്റ് സാൽവേഷൻ, ക്രിസ്തു വെളിപ്പെടുത്തി തന്നതായിട്ടുള്ള വലിയ രക്ഷയെ നിങ്ങൾ അവഗണിക്കരുത്, തിരസ്കരിക്കരുത്. വി ഹാവ് ടു പേ അറ്റൻഷൻ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഈ 4 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ക്രിസ്തു വെളിപ്പെടുത്തി തന്നതായിട്ടുള്ള വലിയ രക്ഷ, അല്ലെങ്കിൽ ക്രിസ്തു നേടി തന്നതായിട്ടുള്ള വലിയ രക്ഷ? സാൽവേഷൻ എന്ന് പറയുന്നത് അതൊരു വിടുതലാണ്, അല്ലെ? ഇറ്റ്സ് എ ഡെലിവറൻസ്. എന്തിൽ നിന്നാണ്? സാൽവേഷൻ ഇസ് ദ ഡെലിവറൻസ് ഫ്രം ഓൾ ഈവിൽ, സഫറിംഗ് ആൻഡ് ഡെത്ത് ഓഫ് ദിസ് വേൾഡ്. നമുക്കിത് എങ്ങനെ ലഭിച്ചു? through his death and resurrection of the Christ. ക്രിസ്തുവിന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, കഷ്ടതകളിൽ നിന്നും, യാതനകളിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള വിടുതലാണ് സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രിസ്തു നേടിത്തന്ന ഈ ഒരു രക്ഷയെ നമ്മൾ അവഗണിക്കരുത്, നമ്മൾ തിരസ്കരിക്കരുത് എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്ക് നൽകുന്നത്.
ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ആ ഒരു ഭാഗം വായിക്കുമ്പം ചില വാക്കുകൾ അല്ലെങ്കിൽ വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അങ്ങനെയുള്ള 3 വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ഡു നോട്ട് ഡ്രിഫ്റ്റ് അവേ, ഒഴുകി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് 1-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒഴുകി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഡു നോട്ട് ഡ്രിഫ്റ്റ് അവേ. അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒഴുകി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് ഇവിടെ ആഹ്വാനം നൽകിയിരിക്കുന്നത്. എന്താണ്? നമ്മുടെ ഉദാസീനത കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ അലസത കൊണ്ട് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കാവുന്ന അപകടങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ ഒഴുകി പോകാതെ ഇരിക്കാൻ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. The term or exhortation not to drift away is to indicate the danger that can occur in Christian life due to languor or carelessness. നമ്മുടെ അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും ഉണ്ടാകുന്നതായിട്ടുള്ള അപകടങ്ങളെ പറ്റി. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? We must maintain constant vigilance. ക്രൈസ്തവ ജീവിതത്തിൽ നിരന്തരമായി ജാഗ്രത പുലർത്തിക്കൊണ്ട് ദൈവപുത്രന്റെ രക്ഷ എന്ന വെളിപാടിന് മുൻപിൽ അലസതയും ഉദാസീനതയും കാട്ടാതെ സത്യവിശ്വാസത്തിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ ലേഖകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? We must maintain constant vigilance and should not exhibit lack of enthusiasm before the revelation of salvation of Christ and advance in true faith. ഒന്ന്, നിരന്തരമായി ജാഗ്രത പുലർത്തണം. ക്രിസ്തുവിന്റെ രക്ഷയിൽ നമ്മൾ അലസതയും ഉദാസീനതയും കാണിക്കാതെ ഇരിക്കണം. സത്യവിശ്വാസത്തിൽ മുന്നേറുവാനും സാധിക്കണം. ഇതാണ് 1-ാമത് ഈ ഭാഗത്ത് നമുക്ക് നൽകുന്ന ചിന്ത. ഡു നോട്ട് ഡ്രിഫ്റ്റ് അവേ, ഒഴുകി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ക്രൈസ്തവ ജീവിതത്തിൽ അപകടങ്ങൾ വന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ജാഗ്രതയോടെ ഇരിക്കണം. ഉദാസീനതയോടെയും അലസതയോടെയും ദൈവിക വെളിപാടിനെ കാണാൻ നമുക്ക് പറ്റരുത്. അതുപോലെ തന്നെ സത്യവിശ്വാസത്തിൽ മുന്നേറുവാനും സാധിക്കണം. ഇനിയും 2-ാമത് പ്രത്യേകതയുള്ള ഒരു വാക്കാണ് ദ മെസ്സേജ് സ്പോക്കൺ ത്രൂ ഏഞ്ചൽസ്, മാലാഖമാരാൽ നൽകപ്പെട്ട സന്ദേശം എന്ന് പറയുന്നു. എന്താണ്? യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ദൈവത്തിന്റെ മാലാഖമാർ വഴിയായിരുന്നു പഴയ ഉടമ്പടിയുടെ നിയമങ്ങൾ മനുഷ്യർക്ക് നൽകിയിരുന്നത്. According to the tradition of Jews, God gave the covenants of the Old Testament, old commandments through the angels of God. അവിടെ നമുക്ക് നൽകുന്ന ഒരു ചിന്ത എന്താണ് എന്ന് വെച്ചാൽ, ഈ പ്രകാരം ദൈവം പഴയ നിയമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഴയ നിയമങ്ങളുടെ ഉടമ്പടികൾ മാലാഖമാർ മൂലം മനുഷ്യർക്ക് നൽകി. പക്ഷെ എന്ത് സംഭവിച്ചു? അവര് അത് അനുസരിക്കാതെ പോയപ്പോൾ അവർക്ക് തക്ക സമയത്ത് ശിക്ഷകളും ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 53-ാം വാക്യം ഒന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ദേവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മാലാഖമാർ മൂലം നൽകപ്പെട്ട സന്ദേശം ലംഘിച്ചവർ അന്ന് ശിക്ഷ അനുഭവിച്ചെങ്കിൽ പുത്രനിൽ കൂടി വെളിപ്പെട്ടതായിട്ടുള്ള വലിയ രക്ഷ അവഗണിച്ചാൽ എത്രയധികം ശിക്ഷയായിരിക്കും ഉണ്ടാകുക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ്, ഒരു വാർണിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ്? If those who ignored the messages conveyed by angels were punished, the punishment of those who disregard the great salvation would be much greater. ഒന്ന്, ഒഴുകി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് ഒരു മുന്നറിയിപ്പ് നൽകി. 2-ാമത്തെ മുന്നറിയിപ്പാണ് പഴയ നിയമ ഉടമ്പടികൾ അല്ലെങ്കിൽ പഴയ കമാൻഡ്മെന്റ്സിന്റെ ഒക്കെ മെസ്സേജസ് അതിലൂടെയാണ് മാലാഖമാരിൽ മൂലം കൊടുത്തതിന് പോലും ശിക്ഷ അനുഭവിച്ചെങ്കിൽ പുത്രനിൽ കൂടി ലഭിച്ചതായിട്ടുള്ള വലിയ രക്ഷ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ശിക്ഷ അതിനേക്കാൾ ഇരട്ടിയായിരിക്കും എന്നുള്ള ഒരു വാർണിംഗ് ആണ്, ഒരു എക്സോർട്ടേഷൻ ആണ്, ഒരു മുന്നറിയിപ്പാണ് 2-ാമത് ആ ഭാഗം നമുക്ക് നൽകുന്നത്. ഇനി 3-ാമതായിട്ട് ഇത്ര വലിയ രക്ഷ, ഇത്ര മഹത്തായ രക്ഷ, സോ ഗ്രേറ്റ് സാൽവേഷൻ എന്ന് നമുക്ക് ആ 4 വാക്യങ്ങളിലെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. രക്ഷ എന്നല്ല പറയുന്നത്, എങ്ങനെയാ പറയുന്നത്? ഇത്ര മഹത്തായ രക്ഷ, ഇത്ര വലിയ രക്ഷ ആണ് നമുക്ക് ക്രിസ്തു നേടിത്തന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ രക്ഷ ഇത്ര വലിയതായി മാറിയത്, ഇത്ര മഹത്തായതായിട്ട് മാറിയത്? 4 കാരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, it was proclaimed through Christ and made effective through his death and resurrection. എന്താണ്? ക്രിസ്തുവിലൂടെ പ്രഘോഷിക്കപ്പെട്ട രക്ഷയാണത്. അത് അവന്റെ മരണത്തിലൂടെയും അവന്റെ പുനരുത്ഥാനത്തിലൂടെയും അവൻ നമുക്ക് നേടി തന്നതാണ്.
ഇത്ര വലിയ രക്ഷ നമുക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള വലിയ രക്ഷ എന്ന് പറയുന്നത്. രണ്ടാമത്, there exist people who heard it, saw it and experienced it. ക്രിസ്തുവിൽ നിന്ന് അത് കേട്ടവരും കണ്ടവരും അത് അനുഭവിച്ചറിഞ്ഞവരുടെയും ഒരു വലിയ സാക്ഷികളുടെ സമൂഹം തന്നെ നമ്മുടെ മുൻപിലുണ്ട്. മൂന്ന്, ഇറ്റ് ഹാസ് ബീൻ കൺഫേംഡ് ത്രൂ സൈൻ ആൻഡ് വണ്ടേഴ്സ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന രക്ഷയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള രക്ഷ എന്ന് പറയുന്നത്. നാല്, the salvation is for the entire human race and also for the whole creation. ഈ രക്ഷ നമുക്ക് കിട്ടിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് സകല മനുഷ്യവർഗത്തിനും പ്രപഞ്ച സൃഷ്ടിക്കും മുഴുവനും കിട്ടിയിരിക്കുന്നതായിട്ടുള്ള രക്ഷയാണ്. അപ്പൊ എന്താണ് ഈ മഹത്തായ രക്ഷ എന്ന് പറയാനുള്ള കാരണം? ഒന്ന്, ക്രിസ്തുവിനാൽ പ്രഘോഷിക്കപ്പെട്ടതും ക്രിസ്തുവിന്റെ മരണത്താലും പുനരുത്ഥാനത്താലും നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയാണ്. രണ്ട്, അത് കേട്ടതും കണ്ടതും അനുഭവിച്ചറിഞ്ഞവരുമായ സാക്ഷികളുടെ ഒരു സമൂഹം നമ്മുടെ മുൻപിലുണ്ട്. മൂന്ന്, ഇറ്റ് ഹാസ് ബീൻ കൺഫേംഡ് ത്രൂ സൈൻ ആൻഡ് വണ്ടേഴ്സ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കാലാകാലങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ട രക്ഷയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നാല്, ഇത് സർവ സൃഷ്ടികളുടെയും സർവ പ്രപഞ്ചത്തിന്റെയും മനുഷ്യരാശിയുടെയും മുഴുവനും രക്ഷയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ വലിയ രക്ഷ എന്ന് പറയുന്നത്. അപ്പം ഈ 4 വാക്യങ്ങൾ ഈ പ്രധാനപ്പെട്ട 3 ചിന്തകളാണ് നമുക്ക് നൽകുന്നത്. എന്താണ്? ദൈവം ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ മഹാവലിയ രക്ഷ നമ്മൾ അവഗണിക്കരുത്, തിരസ്കരിക്കരുത്. വി ഹാവ് ടു പേ അറ്റൻഷൻ. 3 ടെർമിനോളജീസ് ആണ് അവിടെ നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഡു നോട്ട് ഡ്രിഫ്റ്റ് അവേ, ഒഴുകി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. 2, മാലാഖമാരാൽ നൽകപ്പെട്ട സന്ദേശം അനുസരിക്കാതെ വന്നപ്പോൾ ശിക്ഷ അനുഭവിച്ചെങ്കിൽ പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തന്ന മഹാവലി രക്ഷ അവഗണിച്ചാൽ എത്ര വലിയ ശിക്ഷ നാം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അവിടെ നമുക്ക് ലഭിക്കുന്നു. 3, എന്താണ് ഈ ഇത്ര വലിയ രക്ഷ? നമ്മുടെ ക്രിസ്തു നമുക്ക് നേടിത്തന്ന രക്ഷയുടെ വലിയ പ്രത്യേകതകളാണ് പറയുന്നത്. ഒന്ന്, അവന്റെ കഷ്ടാനുഭവവും അവന്റെ മരണവും മൂലം നമുക്ക് നേടിത്തന്ന രക്ഷയാണിത്. അറിഞ്ഞവരുടെ സാക്ഷികളുടെ സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അടയാളങ്ങളും അത്ഭുതങ്ങളാലും ഉറപ്പിക്കപ്പെട്ട രക്ഷയാണിത്. 4, സർവ്വ പ്രപഞ്ചത്തിന്റെയും മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷ ഉള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ലഭിച്ചു തന്നിരിക്കുന്ന ഈ ഒരു നേടി തന്നിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം, വൈ ഗോഡ് ബിക്കെയിം മാൻ. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യാവതാരം ചെയ്തത്? ഈ ഒരു 2 ചാപ്റ്ററുകളുടെ ഏറ്റവും എസൻസ് ഉള്ള ഭാഗം എന്ന് തന്നെ പറയാം ഈ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഈ ഒരു 5 to 9 എന്നുള്ള ഈ 4 വേഴ്സസ് നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് റിവീൽസ് ഗോഡ്സ് ഇറ്റേണൽ പ്ലാൻ ഫോർ ദ വേൾഡ് ആൻഡ് ഫോർ ദ മാൻ. ലോകത്തെ പറ്റി ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ത്? ഇങ്ങനെ ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ 4 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? വാട്ട് വാസ് ഹിസ് പ്ലാൻ ഫോർ ദ വേൾഡ്? ദ ഫ്യൂച്ചർ വേൾഡ് ഇസ് സബ്ജക്റ്റഡ് ടു മാൻ. മാൻ ഷുഡ് റെയിൻ ഓവർ ദ വേൾഡ്. ഭാവി ലോകം മനുഷ്യർക്ക് വിധേയപ്പെട്ടിരിക്കണം. പ്രപഞ്ചത്തിന്റെ അധികാരം മുഴുവൻ മനുഷ്യനുള്ളതാവണം എന്നുള്ളതായിരുന്നു ലോകത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇനിയും എന്താണ് മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി? മനുഷ്യനെ തന്റെ മഹത്വത്തിൽ പങ്കാളിയാക്കുക എന്നുള്ള പദ്ധതിയാണ് ദൈവത്തിൻ്റെത്. ഗോഡ്സ് ഡിസൈൻ ഈസ് ടു മേക്ക് മാൻ എ ഷെയറർ ഓഫ് ഹിസ് ഗ്ലോറി. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ആദ്യം ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒക്കെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? തന്റെ തേജസ്സിന്റെ പങ്കാളിയായിട്ട് ഈ മനുഷ്യൻ മാറണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ പദ്ധതിയും. അതുകൊണ്ട് തന്നെ എന്താക്കി? ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വിചാരകനായിട്ട് ഈ ദൈവം ആദിമ മനുഷ്യനെ മാറ്റുകയാണ് അല്ലെ. ഹി വാസ് അപ്പോയിന്റഡ് ആസ് എ സ്റ്റീവേർഡ് അണ്ടർ ഹിസ് അതോറിറ്റി. തന്റെ ആധിപത്യത്തിന്റെ കീഴിൽ കാര്യവിചാരകനാക്കിയിരിക്കുന്ന മനുഷ്യനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ എന്ത് സംഭവിച്ചു? പാപത്തിൽ വീണ മനുഷ്യൻ തനിക്ക് ലഭിച്ചതായിട്ടുള്ള ഈ ഉന്നതമായിട്ടുള്ള പദവി നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവൻ ഭീരുവായി മാറി. ദൈവത്തോട് അവൻ മത്സരിക്കുവാനും തുടങ്ങി. Man lost this elite position and entered in conflict with God because of his sin. അവന്റെ പാപം മൂലം ദൈവം തന്നതായിട്ടുള്ള ഈ ഒരു വലിയ, അല്ലെങ്കിൽ നമ്മുടെ ആ ദൈവത്തിന്റെ തേജസ്സിന്റെ പങ്കാളിയായി, മഹത്വത്തിന്റെ പങ്കാളിയായി മാറേണ്ട മനുഷ്യൻ അവിടെ എന്ത് സംഭവിക്കുകയാണ്? ഈ ഉന്നത പദവി അങ്ങ് നശിപ്പിച്ചു കളഞ്ഞിട്ട് ദൈവവുമായിട്ടുള്ള മത്സരത്തിലേക്ക് അവൻ വരികയാണ്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ
ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ തിരിച്ചു പിടിക്കുവാൻ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യാവതാരം ചെയ്ത് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യപുത്രനായി മാറിയത്. ഇറ്റ് ഈസ് ടു സേവ് സച്ച് ഹ്യൂമൻസ് ദ ഗോഡ് ബിക്കേം ഇൻകാർണേറ്റഡ് ആസ് മാൻ ആൻഡ് ബിക്കേം ദ സൺ ഓഫ് മാൻ. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വൈ ഗോഡ് ബിക്കേം മാൻ. തന്റെ തേജസ്സിന്റെ പങ്കാളിയാവേണ്ട, തന്റെ മഹത്വത്തിന്റെ പങ്കാളിയാകേണ്ടുന്ന മനുഷ്യൻ അവനായിരുന്നു സർവ്വലോകത്തിന്റെയും സൃഷ്ടിയുടെയും എല്ലാം കാര്യവിചാരകൻ, അല്ലെങ്കിൽ എല്ലാം പ്രപഞ്ചം മുഴുവൻ മനുഷ്യന്റെ കീഴിലായിരുന്നു നിൽക്കേണ്ടിയിരുന്നത്. പക്ഷേ പാപം മൂലം അവൻ നഷ്ടപ്പെട്ടു പോയി. അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു അവന്റെ സ്ഥാനം. എന്നിട്ട് ദൈവവുമായിട്ടൊരു മത്സരത്തിലേക്ക് വരെ അവൻ എത്തുകയാണ്. ആ സമയത്ത് ഈ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്, വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി മാറിയത്. മനുഷ്യപുത്രനായ ക്രിസ്തു തന്റെ ക്രൂശ മരണം മൂലം മനുഷ്യനെ വീണ്ടെടുത്തു. അതുകൊണ്ട് മനുഷ്യൻ വീണ്ടും മഹത്വവും മാനവും അണിഞ്ഞവനായി മാറി. ക്രിസ്തു എന്ത് ചെയ്തു? ക്രൈസ്റ്റ് ഹു ബിക്കേം ദ സൺ ഓഫ് മാൻ redeemed man through his death in the cross. മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു തന്റെ മരണത്തിലൂടെ മനുഷ്യന് എന്ത് കൊടുത്തു? തിരിച്ചവന്റെ മഹത്വവും മാനവും തിരികെ കൊടുക്കുകയാണ്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുകയും മരണയാതന മുഴുവൻ അവൻ അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ തേജസ്സിന്റെ പങ്കാളിയായി അവനോടുകൂടി വാഴുവാൻ സാധിക്കും. എന്തായിരുന്നു ദൈവിക പദ്ധതി? ദൈവിക പദ്ധതി മനുഷ്യനെ തന്റെ തേജസ്സിന്റെ മഹത്വത്തിന്റെ പങ്കാളിയാക്കുക എന്നുള്ളതായിരുന്നു. ഇത് തന്നെയാണ് ഇവിടെ ക്രിസ്തു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ തേജസ്സിന്റെ പങ്കാളിയായി അവനോടുകൂടി വാഴുവാൻ സാധിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരികയാണ്. ക്രൈസ്റ്റ് tasted death and experienced all the suffering that is in death. All those who believe in him can share the glory and reign with him എന്നുള്ളതാണ്. ഇങ്ങനെ ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും മൂലം മനുഷ്യർക്ക് മുഴുവൻ മഹത്വം കൈവരിക്കുവാൻ അത് പ്രാപ്തമായി എന്നുള്ളതാണ് ഈ ഒരു ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളിപ്പം പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എന്താണ്? ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള പദ്ധതി, പ്രപഞ്ചത്തെ പറ്റിയുള്ള പദ്ധതി. പക്ഷെ എന്തു പറ്റി? പാപം മൂലം ഇത് നശിപ്പിക്കപ്പെട്ടു പോയി. അത് തിരിച്ചു പിടിക്കുവാൻ വേണ്ടി, നമ്മളെ ദൈവത്തിൽ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ പറ്റിയും നമ്മൾ പറഞ്ഞു. ഈ ഒരു ഭാഗം, ഈ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഒരുപാട് പഴയ നിയമവുമായിട്ട് കോട്ട് ചെയ്ത റെഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു ഭാഗം നമ്മളെ മനസ്സിലാക്കിപ്പിച്ച് തരുവാൻ വേണ്ടിയിട്ട് സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സാംസ് ചാപ്റ്റർ 8 വേഴ്സ് 4 to 6 എന്താണ്? വാട്ട് ഇസ് മാൻ ദാറ്റ് ദു ആർട്ട് മൈൻഡ്ഫുൾ ഓഫ് ഹിം. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തിക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു. ഇത് സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ മനുഷ്യപുത്രൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സകലത്തെയും അവന്റെ അധിപതിയാക്കി എന്നൊക്കെ പറയുന്നത് ആരെ പറ്റിയാണ്? മനുഷ്യനെ പറ്റിയാണ്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ പറ്റിയാണ്. മാൻ ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ. എന്നാൽ നമ്മൾ മറ്റു പുസ്തകങ്ങൾ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യപുത്രൻ എന്നുള്ളൊരു ടേം അത് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത് ആരിലേക്കാണ്? വരുവാനിരിക്കുന്ന മശിഹായെ പറ്റിയാണ്. ക്രിസ്തു തന്നെയും സ്വയം വിശേഷിപ്പിച്ചത് മനുഷ്യപുത്രൻ എന്നുള്ളൊരു ടേം നമ്മൾ പലയിടത്തും ക്രിസ്തുവിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ സങ്കീർത്തനങ്ങളിൽ ഈ ഒരു ഭാഗത്ത് 8-ന്റെ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ മനുഷ്യപുത്രൻ എന്ന് പരാമർശിച്ചിരിക്കുന്നത് ആരെ പറ്റിയാണ്? മനുഷ്യനെ പറ്റി തന്നെയാണ്. മാൻ ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ. അപ്പം ഈ പറഞ്ഞതൊക്കെ ആയിരുന്നു ദൈവത്തിന് മനുഷ്യനെ പറ്റിയുള്ള പദ്ധതി. പക്ഷെ ഇതെല്ലാം പോയി. അങ്ങനെ ആ ഭാഗം നമുക്ക് നൽകുന്ന ചിന്ത എന്താണ്? അങ്ങനെ മനുഷ്യന് കാര്യവിചാരകനൊക്കെ ആക്കുവാൻ വേണ്ടിയിരുന്നു. പക്ഷേ പാപം മൂലം ഇതെല്ലാം നശിച്ചുപോയി. അങ്ങനെ നശിച്ചുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് താണിറങ്ങി ദൈവം വരികയാണ്, മനുഷ്യാവതാരം ചെയ്തു വരികയാണ്. അവിടെ പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ചപ്പോഴും മാലാഖമാരേക്കാൾ അവൻ ശ്രേഷ്ഠനായിരുന്നു എന്നും കൂടെ ലേഖകൻ ആ ഭാഗത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം മനുഷ്യന്റെ മറ്റൊരു പ്രത്യേകതയാണ് പറയുന്നത്, അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവൻ, അവൻ ബഹുമാനവും മഹത്വവും ഉള്ളവനാണ്, കാരണം സമസ്തവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്.
ഇപ്പം ആദ്യത്തെ രണ്ട് ഭാഗവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന്, എന്താണ് പറഞ്ഞത്? മഹത്തായ രക്ഷയെ അവഗണിക്കരുത്. രണ്ട്, ദൈവം എന്തിനു വേണ്ടി മനുഷ്യനായി തീർന്നു എന്നുള്ളതും നമ്മൾ പറഞ്ഞു. നമുക്കിനി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. എന്താണ്? മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ പറ്റി പറയുന്ന കുറെ സവിശേഷതകൾ അല്ലെങ്കിൽ വിശേഷണങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട്, തേജസ്സിലേക്ക് നയിക്കുന്ന രക്ഷാനായകനായിട്ടാണ് ക്രിസ്തുവിനെ ഈ വേദഭാഗം പരിചയപ്പെടുത്തുന്നത്. ദ സേവിയർ ഹു ലീഡ്സ് ടു ഗ്ലോറി. പാപം മൂലം എന്ത് സംഭവിച്ചു? തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ തേജസ്സിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. God became the son of man to lead man back into the glory he had lost through sin. അങ്ങനെ നമ്മുടെ തേജസ്സിലേക്ക് നമ്മളെ നയിക്കുന്നവനായിട്ടുള്ള രക്ഷാനായകനാണ് മനുഷ്യപുത്രനായിട്ടുള്ള ക്രിസ്തു എന്നുള്ളതാണ് 10ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. He leads everything into its divine purpose. സകലത്തെയും അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവനായിട്ട് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു മാറുകയാണ്. 2, He tasted death for our sake and lead us back to God as a high priest. ഒരു മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ തന്നെത്താൻ യാഗമർപ്പിച്ചുകൊണ്ട് നമ്മളെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു നടത്തുന്ന ഒരു മഹാപുരോഹിതനായിട്ട് ക്രിസ്തു മാറുകയാണ്. He became the pioneer and perfecter of faith. വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന്റെ പൂർത്തീകരണമായിട്ട് ക്രിസ്തു മാറുകയാണ്. Through the sufferings, Christ attained the power to execute the mission of salvation. രക്ഷാകര ദൗത്യം അല്ലെങ്കിൽ രക്ഷ എന്ന ദൗത്യത്തിലേക്ക് ക്രിസ്തു തന്റെ യാതനകളിലൂടെയും കഷ്ടതകളിൽ കൂടെയെല്ലാം അവൻ പ്രാപ്തനായി മാറുകയാണ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ആ 10ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. The Savior who leads us to glory. ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേജസ്സിലേക്ക് തിരിച്ചു നടത്തുന്ന രക്ഷാനായകനാണ് ക്രിസ്തു എന്നാണ് ഒന്നാമത് ഓർമ്മിപ്പിക്കുന്നത്. ഇനിയും രണ്ടാമതായിട്ട്, ആസ് an our elder brother, നമ്മുടെ ഒരു സഹോദരനായിട്ട് രണ്ടാമതായിട്ട് ഈ ഒരു വേദഭാഗം നമ്മളെ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 11 മുതൽ 14 വരെയുള്ള വാക്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പുത്രനെ നമ്മുടെ സഹോദരനായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിന് നാം ഓരോരുത്തരും അവന്റെ സഹോദരന്മാർ എന്നുള്ള ഒരു നിലയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു നമ്മുടെ സഹോദരനായി മാറുന്നു എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ദൈവം എനിക്ക് നൽകിയ മക്കൾ, ദ ചിൽഡ്രൻ ഗോഡ് ഹാഡ് ഗിവൻ മീ എന്നുള്ളത് പിന്നെയും ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പഴയ നിയമ ഭാഗവുമായിട്ട് കോട്ട് ചെയ്ത് വരുന്ന ഒരു ഭാഗമാണ്. ഐസയ ചാപ്റ്റർ 8 വേഴ്സ് 18. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8ാം അധ്യായം 18ാം വാക്യത്തിലാണ്. അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ, വിശ്വാസം ത്യജിച്ച് ആളുകൾ വിട്ടുപോയിരുന്ന ഒരു കാലഘട്ടത്തിൽ യെശയ്യാ പ്രവാചകന്റെ ആഹ്വാനത്തെ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്ത കുറച്ചുപേരെയാണ് ദൈവം തനിക്ക് നൽകിയ മക്കൾ എന്ന് യെശയ്യാ പ്രവാചകൻ വിശേഷിപ്പിക്കുന്നത്. Prophet Isaiah lived in a period where people abandoned their faith. But still there were few people who listened to his exhortations and accepted his invitation. They are referred to as the children that God had given me by prophet Isaiah. യെശയ്യാ പ്രവാചകൻ ദൈവം തനിക്ക് നൽകിയ മക്കൾ എന്ന് കോട്ട് ചെയ്യുന്നത് ആരെ പറ്റിയാണ്? വിശ്വാസ പരിത്യാഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ യെശയ്യാ പ്രവാചകന്റെ ആഹ്വാനങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കുറച്ചുപേരെ സംബന്ധിച്ചാണ് യെശയ്യാ പ്രവാചകൻ the children God had given me, ദൈവം എനിക്ക് നൽകിയ മക്കൾ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇവിടെയും ഈ കാലഘട്ടം എപ്പോഴാണ് ഇത് എഴുതിയിരിക്കുന്നത്? വിശ്വാസ പരിത്യാഗം അല്ലെങ്കിൽ വിശ്വാസം വേണ്ട എന്ന് വെച്ച് സഭയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരുപാട് പേര് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മുടെ സാഹചര്യത്തിലും അല്ലെങ്കിൽ ഒരുപാട് പേര് വിശ്വാസം വേണ്ട എന്ന് വെക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതവുമായിട്ടും നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. അവിടെയാണ് ലേഖകൻ ഓർമ്മിപ്പിക്കുന്നത്, ക്രിസ്തുവിന്റെ വാക്ക് സ്വീകരിക്കുമ്പോൾ അനുസരിക്കുമ്പോൾ നാമും ദൈവമക്കളായി മാറുകയാണ്. നാം ക്രിസ്തുവിന്റെ സഹോദരന്മാരായിട്ട് മാറുകയാണ്. അവനിൽ ആശ്രയിച്ചുകൊണ്ട് പീഡകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ പ്രതികൂലതകളൊക്കെ നേരിടുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ആ ഭാഗം നമുക്ക് നൽകുന്നത്.
അപ്പം ക്രിസ്തുവിനെ നമ്മുടെ ഒരു സഹോദരനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതാണ് നമുക്ക് രണ്ടാമത് കാണാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മെ പോലെ മാംസരക്തങ്ങൾ ഉള്ളവൻ എന്ന് ഈ വേദഭാഗം ക്രിസ്തുവിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. ഹി ഈസ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ് ലൈക്ക് അസ് എന്ന് 14-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇത് ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ് എന്നുള്ള ദൈവശാസ്ത്ര ചിന്ത ഉറപ്പിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ഹി ഈസ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ് ലൈക്ക് അസ് എന്ന് പറയുമ്പോൾ ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ തിയോളജിക്കൽ കോൺസെപ്റ്റ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് ഫുള്ളി മാൻ ജസ്റ്റ് ലൈക്ക് അസ്. അങ്ങനെ ക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജഡരക്തങ്ങളുള്ള അല്ലെങ്കിൽ മാംസരക്തങ്ങളുള്ളവനായി മാറിയത്? മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഇറ്റ് വാസ് ടു റിഡീം മാൻകൈൻഡ്. He united with man through his suffering and death. കഷ്ടതയിലും മരണത്തിലും കൂടി അവൻ മനുഷ്യനോടുകൂടി ഏകീഭവിച്ചു എന്നാണ് പറയുന്നത്. എപ്രകാരമാണ് ദൈവം ക്രിസ്തു മനുഷ്യനോടുകൂടി ഏകീഭവിച്ചത്? He united with man through his suffering and death. കഷ്ടതയിലും മരണത്തിലും കൂടി അവൻ മനുഷ്യനോട് ഏകീഭവിച്ചു. മനുഷ്യനായിട്ട് മാറുക മാത്രമല്ല, മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങളും കഷ്ടതകളും ദുരിതവും മരണവും എല്ലാം അനുഭവിച്ചുകൊണ്ട് അവൻ കഷ്ടതയിൽ കൂടി യാതനയിൽ കൂടി മനുഷ്യനോടുകൂടി ഏകീഭവിച്ചു. നാലാമതായിട്ട് ക്രിസ്തുവിനെ ഒരു മഹാപുരോഹിതനായിട്ടാണ് ഈ ഒരു വേദഭാഗം 17-ാം വാക്യത്തിൽ വിശേഷിപ്പിക്കുന്നത്. ക്രൈസ്റ്റ് ഈസ് ടൈറ്റിൽഡ് ആസ് എ ഹൈ പ്രീസ്റ്റ്. ദൈവപുത്രൻ മാലാഖമാരേക്കാൾ ശ്രേഷ്ഠനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? എന്നാലും എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യാവതാരം ചെയ്തത്? അത് മാലാഖമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അബ്രഹാമിന്റെ സന്തതിയെ, വാഗ്ദത്തം പറഞ്ഞതുപോലെ ലൈക്ക് ഹിസ് പ്രോമിസ്, അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ മനുഷ്യാവതാരം ചെയ്തത്, അല്ലെ? അപ്പോൾ ജനത്തിന്റെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ, അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന, അവരുടെ കഷ്ടതകളെ മനസ്സിലാക്കുന്ന, കരുണയുള്ള, വിശ്വസ്തതയുള്ള ഒരു മഹാപുരോഹിതനായിട്ടാണ് ക്രിസ്തുവിനെ ഈ വേദഭാഗത്തിൽ ചിത്രീകരിക്കുന്നത്. 4 സവിശേഷതകളാണ് ഈ മഹാപുരോഹിതന് ഈ വേദഭാഗം നൽകുന്നത്. ഒന്ന്, ഹി വർക്ക്സ് ഫോർ ദ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സിൻസ് ഓഫ് ദ പീപ്പിൾ. ജനത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മഹാപുരോഹിതനായിട്ട് നമുക്ക് ക്രിസ്തുവിനെ ഇവിടെ കാണാൻ സാധിക്കും. A kind high priest who can help man in his trials. മനുഷ്യന്റെ പരീക്ഷകളിലും പ്രയാസങ്ങളിലും സഹായിക്കുവാൻ കഴിയുന്ന ആർദ്രതയുള്ള ഒരു മഹാപുരോഹിതനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. We can trust him as he is faithful in fulfilling promises. വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നതിൽ വിശ്വസ്തനാകിയാൽ നമുക്ക് അവനെ ആശ്രയിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മഹാപുരോഹിതനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. He can lead us to glory. എന്താണ്? ദൈവസമനായതിനാൽ നമ്മെ മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ മാത്രം പ്രാപ്തനായ മഹാപുരോഹിതനാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതൻ. അപ്പം ക്രിസ്തുവിനെ പറ്റി 4 വിശേഷണങ്ങളാണ് ഈ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. ഒന്ന്, ദ സേവിയർ ഹു ലീഡ് us to glory. നമ്മളെ തേജസ്സിലേക്ക് നയിക്കുന്ന രക്ഷാനായകൻ, സകലത്തെയും അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവൻ. അതുപോലെ തന്നെ ഒരു മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ സ്വയം യാഗമായി മാറിക്കൊണ്ട് നമ്മളെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു നടത്തുന്നു. അതുപോലെ വിശ്വാസത്തിന്റെ പൂർത്തീകാരനും വിശ്വാസത്തിന്റെ നായകനുമായിട്ട് മാറുന്ന ക്രിസ്തു, അതുപോലെ രക്ഷാകര ദൗത്യത്തിന് വേണ്ടി താൻ പ്രാപ്തനായത് ലോകത്തിൽ അനുഭവിച്ചതായിട്ടുള്ള യാതനകളിൽ കൂടി എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ഭാഗം പറഞ്ഞു. ഇനി രണ്ടാമത് ഒരു സഹോദരൻ എന്നുള്ളതിൽ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. അവിടെ ദൈവം എനിക്ക് നൽകിയ മക്കൾ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് എവിടുന്ന് വന്നു എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഫ്ലെഷ് ആൻഡ് ബ്ലഡ് ലൈക്ക് അസ്, നമ്മെ പോലെ മാംസരക്തമുള്ളവൻ എന്നുള്ളത് പറഞ്ഞു. അവിടെ ഹി യുണൈറ്റഡ് വിത്ത് മാൻ ത്രൂ ഹിസ് സഫറിംഗ് ആൻഡ് ഡെത്ത്. മനുഷ്യനോട് ഏകീഭവിച്ചത് തന്റെ കഷ്ടതയിലൂടെയും മരണത്തിലും കൂടെയാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇനി മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ 4 വിശേഷണങ്ങൾ. ജനത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. മനുഷ്യരുടെ കഷ്ടതകളിലും യാചനകളിലും ആർദ്രതയുള്ള ഒരു മഹാപുരോഹിതനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന മഹാപുരോഹിതനെ നമുക്ക് കാണാൻ സാധിക്കും. തേജസ്സിലേക്ക് നമ്മളെ നയിക്കുവാൻ സാധിക്കുന്ന മഹാപുരോഹിതൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇതോടെ നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ചെറിയ ഒരു ഭാഗവും കൂടി എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തെ ആസ്പദമാക്കിയും കൂടെ നമുക്കൊന്ന് പറയാം. ഈ ഒരു 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ 2 അധ്യായങ്ങളുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയങ്ങൾ, അല്ലെ? എന്നാൽ ഈ ഒരു 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ
ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിന്റെ പ്രധാന പ്രമേയം തന്നെ. ജീസസ് ഇസ് സുപ്പീരിയർ ടു ദ മോസസ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളാണ് മോശ എന്ന് പറയുന്നത്. ഹി വാസ് ദ ഗ്രേറ്റസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ഇസ്രായേൽ ആൻഡ് മീഡിയേറ്റർ ഓഫ് ഓൾഡ് കവനന്റ്. പഴയ ഉടമ്പടിയുടെ മധ്യസ്ഥനും ഇസ്രായേലിന്റെ വലിയ പ്രവാചകനും ഒക്കെ ആയിരുന്നു മോശ. എന്നാൽ ഈ ഒരു മോശയെ ഏറ്റവും വലിയതായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു യഹൂദ മനുഷ്യരോട് അല്ലെങ്കിൽ യഹൂദ ക്രൈസ്തവരോട് മോശയെക്കാളും മാലാഖമാരെക്കാട്ടിലും എല്ലാം സമുന്നതനാണ് പുത്രനായ ക്രിസ്തു എന്നുള്ളതാണ് ഇവിടെ പിന്നെയും ലേഖകൻ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. The Jewish Christians who viewed Moses as a great should understand Christ is superior to Moses as well as all angels. ഇവിടെയും പ്രസക്തിയുള്ള 3 കാര്യങ്ങളാണ്, 3 ടെർമിനോളജീസ് ആണ് നമ്മൾ ഇവിടെ എടുത്തു പറയുന്നത്. ഒന്നാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും യഹൂദ ക്രൈസ്തവരെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ്. ഒന്ന് ഹോളി ബ്രദേഴ്സ്, വിശുദ്ധ സഹോദരന്മാർ. 2 പാർട്ട്നേഴ്സ് ടു ഹെവൻലി കോളിംഗ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ, സ്വർഗീയ വിളിക്ക് പങ്കാളികൾ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ വിശുദ്ധ സഹോദരന്മാർ? പൗലോസ്ലീഹായുടെ മറ്റ് ലേഖനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിശുദ്ധർ, സഹോദരന്മാർ എന്നൊക്കെ ക്രൈസ്തവരെ അഡ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ സഹോദരന്മാർ, ഹോളി എന്നുള്ള വാക്ക് ക്രൈസ്തവരെ ഉപയോഗിക്കാനുള്ള കാരണം ബിക്കോസ് വി ആർ കോൺസിക്രേറ്റഡ് ടു ഗോഡ്, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവർ എന്നുള്ള നിലയിലാണ് നമ്മളെ വിശുദ്ധർ ഹോളി എന്നുള്ള വാക്ക് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഇനി ബ്രദേഴ്സ് എന്ന് പറയാനുള്ള കാരണം ബിക്കോസ് വി ബിലോങ് ടു ഫാമിലി ഓഫ് ഗോഡ്, ക്രൈസ്തവർ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ടാണ് നമ്മളെ സഹോദരന്മാർ എന്നുള്ള ഒരു ടേം ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് ഒരുമിച്ച് ചേർന്ന് വിശുദ്ധ സഹോദരന്മാർ എന്ന ക്രൈസ്തവരെ അഡ്രസ് ചെയ്യുന്നത് നമുക്ക് പുതിയ നിയമത്തിൽ എങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ഈ ഒരു എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഇനി രണ്ടാമതായിട്ട് പാർട്ട്നേഴ്സ് ടു ഹെവൻലി കോളിംഗ് അല്ലെങ്കിൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ, സ്വർഗീയ വിളിക്ക് പങ്കാളികൾ എന്നൊക്കെ നമുക്ക് വിളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? സ്വർഗീയ വിളി എന്ന് പറയുന്നത് ദൈവവിളി എന്നുള്ള അർത്ഥം തന്നെയാണ്. ദൈവവിളി അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ എല്ലാവരും ദൈവവിളി ലഭിച്ചവരാണ് അല്ലെ, ദൈവം വിളിച്ച് തിരഞ്ഞെടുത്തവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാനല്ല ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തത്, മറിച്ച് ആരാണ്? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ് കർത്താവ് പറയുന്നത്. ദൈവമാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം ദൈവത്തിനാൽ വിളിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരും അവകാശികളുമായി മാറുന്നു എന്നുള്ളതാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. As Christians have been called and chosen by God, they become heirs and partakers to the heavenly calling. അങ്ങനെ നാം ഓരോരുത്തരും സ്വർഗീയ വിളിക്ക് പങ്കാളികളാണ്, ഓഹരിക്കാരാണ് എന്നും കൂടെയാണ് ഈ ഒരു വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പൊ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, നമ്മളെ വിശേഷിപ്പിക്കുന്ന വാക്ക് വളരെ പ്രസക്തമാണ്. വിശുദ്ധ സഹോദരന്മാരും സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരും എന്നൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. ഈ വിളിക്ക് നാം ഓരോരുത്തരും യോഗ്യരാണോ എന്നുകൂടി നമുക്ക് ആ ഒരു ഭാഗത്ത് ചിന്തിക്കാം. ഇനി രണ്ടാമത് ഈ ഒരു ചാപ്റ്ററിന്റെ മറ്റൊരു പ്രത്യേകത, വേറെ എവിടെയും കാണാത്ത രീതിയിൽ ക്രിസ്തുവിനെ ഒരു അപ്പോസ്തോലൻ എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്രൈസ്റ്റ് ഈസ് കോൾഡ് ഓർ ടൈറ്റിൽഡ് ആസ് ആൻ അപ്പോസ്റ്റൽ. അപ്പോസ്റ്റൽ എന്നുള്ള വാക്കിന് ലിറ്ററൽ ആയിട്ടുള്ള മീനിങ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ വൺ സെന്റ് ഓൺ എ മിഷൻ അല്ലെങ്കിൽ അയക്കപ്പെട്ടവൻ എന്നുള്ളതാണ് അപ്പോസ്റ്റൽ എന്നുള്ള വാക്കിന്റെ ലിറ്ററൽ മീനിങ്. ഈ കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള മീനിങ് ഒന്ന് നോക്കിയാൽ, ആ സാഹചര്യത്തിൽ അതിന്റെ മീനിങ് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റേറ്റീവ് വിത്ത് സ്പെഷ്യൽ അതോറിറ്റി, പ്രത്യേക അധികാരത്തോടുകൂടി അയക്കപ്പെട്ടവനാണ് അപ്പോസ്തോലൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ യേശു ക്രിസ്തു പിതാവിൽ നിന്ന് അധികാരം പ്രാപിച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം എന്ന ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി വന്നവനാണ്. Christ has come to execute the will of God since he has obtained authority from the Father. ആ അർത്ഥത്തിലാണ് ഇവിടെ ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്നുള്ള ഒരു വിശേഷണം നൽകിയിരിക്കുന്നത്. അപ്പം എന്താണ് ഈ ചാപ്റ്ററിന്റെ മറ്റൊരു വലിയ പ്രത്യേകത? ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്നുള്ളൊരു വിശേഷണം നൽകുന്നുണ്ട്. എന്നാണ് അതിന്റെ അർത്ഥം? അപ്പോസ്തോലൻ എന്നുള്ളതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് അയക്കപ്പെട്ടവൻ, ദ വൺ സെന്റ് ഓൺ എ മിഷൻ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ എന്താണ്? ദൈവത്തിന്റെ പിതാവിൽ നിന്ന് അധികാരം പ്രാപിച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വന്നവനാണ് പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിശേഷിപ്പിക്കുന്നത്.
ഇതുകൊണ്ടാണ് അപ്പോസ്തോലിക സിംഹാസനം, നമ്മുടെ സഭയിൽ ശ്ലൈഹിക അധികാരം, അപ്പോസ്തോലിക സിംഹാസനം, അപ്പോസ്തോലിക് ത്രോൺ ആൻഡ് അപ്പോസ്തോലിക് അതോറിറ്റി എന്നുള്ളതെല്ലാം ക്രിസ്തുവിന്റെ ഈ ശ്ലൈഹിക അധികാരത്തോട് ചേർത്ത് നിർത്താവുന്ന കുറെ കോൺസെപ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ അധികാരം ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് മാർത്തോമാ സ്ലീഹ ആയതിനാലാണ് മാർത്തോമാ സ്ലീഹായുടെ ശ്ലൈഹിക അധികാരം, ശ്ലൈഹിക പിന്തുടർച്ച എന്നൊക്കെ നമ്മുടെ സഭയിൽ നമ്മൾ പറയുന്നത്. ഇനി അവസാനമായിട്ട് ഈ ഒരു വേദഭാഗം ക്രിസ്തുവിനെ ഒരു മഹാപുരോഹിതനായിട്ടും കൂടെ 3-ാം അധ്യായത്തിലും ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ പിതാവിന്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് ക്രിസ്തുവിനെ എന്തെന്ന് വിളിക്കുന്നത്? ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട്, പിതാവിന്റെ പ്രതിനിധിയായിട്ട് വന്നതുകൊണ്ടാണ് ക്രിസ്തുവിനെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ മനുഷ്യന്റെ പ്രതിനിധിയായിട്ട് മനുഷ്യന് വേണ്ടി സ്വയമേ യാഗം കഴിച്ച് മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് മഹിമാസനത്തിൽ ഇരിക്കുന്നതിനാൽ അവൻ നിത്യ പുരോഹിതനുമാണ് എന്നാണ് പറയുന്നത്. ആസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് മാൻ he entered heaven through death and resurrection and is seated in majesty, so he is the eternal high priest. അങ്ങനെ പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ വിരാജിക്കുന്ന നിത്യ പുരോഹിതനാണ് പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് 3-ാം അധ്യായവും നമുക്ക് അവസാനിപ്പിക്കാം. He resurrected and is living triumphantly as the eternal high priest. 2 അധ്യായങ്ങളുടെ ഒരു രത്ന ചുരുക്കമാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് ചിന്തകൾ നമുക്ക് നൽകി. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗം, ഡു നോട്ട് നെഗ്ലെക്ട് ദ ഗ്രേറ്റ് സാൽവേഷൻ, ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതായിട്ടുള്ള മഹാവലിയ രക്ഷ നാം അവഗണിക്കരുത്. 3 ചിന്തകളാണ് അവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഡു നോട്ട് ഡ്രിഫ്റ്റ് അവേ, ഒഴുകി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടുമൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് 1ാമത് ഓർമ്മിപ്പിച്ചത്. 2, ദ മെസ്സേജ് സ്പോക്കൺ ത്രൂ ഏഞ്ചൽസ്, മാലാഖമാരാൽ നൽകപ്പെട്ട സന്ദേശം അനുസരിക്കാതിരുന്ന കാലഘട്ടത്തിൽ ശിക്ഷയുണ്ടായെങ്കിൽ പുത്രനിൽ കൂടി വെളിപ്പെടുത്തി തന്ന രക്ഷയെ അവഗണിച്ചാൽ എത്ര വലിയ ശിക്ഷയുണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നമുക്ക് കിട്ടി. എത്ര വലിയ രക്ഷ, ഇത്ര മഹാവലിയ രക്ഷ, ഇത്ര മഹത്തായ രക്ഷ, സോ ഗ്രേറ്റ് എ സാൽവേഷൻ. എന്തുകൊണ്ടാണ് രക്ഷ ഇത്ര വലിയതായത് എന്നുള്ളതിന് 4 പോയിന്റ്സും നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞു. 2ാമത്തെ ഭാഗം വൈ ഗോഡ് ബിക്കേം മാൻ, എന്തിനു വേണ്ടി ദൈവം മനുഷ്യനായി മാറി. ദൈവത്തിന് ലോകത്തെ പറ്റിയും മനുഷ്യനെ പറ്റിയും ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്താണ് ലോകത്തെ പറ്റിയുള്ള പദ്ധതി? ലോകം മുഴുവൻ മനുഷ്യന് വിധേയപ്പെട്ടിരിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? തന്റെ മഹത്വത്തിന്റെ പങ്കാളിയായിട്ട് മനുഷ്യൻ മാറണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അവനെ കാര്യവിചാരകനാക്കി വെക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ആദ്യ പടി. പക്ഷെ പാപമൂലം ഈ ഒരു ഉന്നത പദവി നമ്മൾ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ മനുഷ്യനെ തിരിച്ച് ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ടു റിഡീം ദ മാൻകൈൻഡ്, ഇതിനു വേണ്ടിയാണ് ദൈവം മനുഷ്യാവതാരം ചെയ്തത്. അവിടെ സങ്കീർത്തനങ്ങളുമായിട്ട് കോട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ, മാൻ ഹു ഇസ് ക്രൗൺ ഓഫ് ക്രിയേഷൻ ആണ് സങ്കീർത്തനത്തിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. ഇനി 3ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്ന കുറെ സവിശേഷതകളാണ്. ഹി വാസ് ദ സേവിയർ ഹു ലീഡ്സ് us to glory, ദൈവ തേജസ്സിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു രക്ഷാനായകനായിട്ട് ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. നമ്മുടെ സഹോദരനായിട്ട് മാറുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. മാംസരക്തങ്ങൾ ഉള്ളവരായി നമ്മളെ പോലെ മാറിയ പൂർണ്ണ മനുഷ്യനായി മാറിയ ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. മഹാപുരോഹിതനായി മാറിയ ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. ഇതൊക്കെ ആയിരുന്നു എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ചിന്തകൾ. ഇനി 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചിന്താവിഷയം തന്നെ ജീസസ് ഇസ് സുപ്പീരിയർ ടു മോസസ്, മോശയേക്കാൾ അത്യുന്നതനാണ് പുത്രൻ എന്നുള്ള ചിന്തയാണ് അവിടുത്തെ ഏറ്റവും പ്രധാന ചിന്ത. 2, നമ്മളെ വിശേഷിപ്പിക്കുന്ന എബ്രായ ക്രൈസ്തവരെ, യഹൂദ ക്രൈസ്തവരെ വിശേഷിപ്പിക്കുന്ന 2 വാക്യങ്ങളുടെ പ്രത്യേകത: വിശുദ്ധ സഹോദരന്മാർ, സ്വർഗീയ വിളിക്ക് പങ്കാളികൾ, ഹോളി ബ്രദേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് ടു ഹെവൻലി കോളിംഗ്. ഇതിന്റെ ഒക്കെ അർത്ഥവും നമ്മൾ പറഞ്ഞു. ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത്? പിതാവിന്റെ കയ്യിൽ നിന്ന് പിതാവിന്റെ അധികാരം പ്രാപിച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വന്നതിനാലാണ് പുത്രനെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അവസാനമായിട്ട് നമ്മുടെ പ്രതിനിധിയായിട്ട്
മരണത്തിലും അല്ലെങ്കിൽ പുനരുത്ഥാനത്തിലും കൂടെ സ്വർഗത്തിൽ വിരാജിക്കുന്ന പുത്രൻ, നിത്യ പുരോഹിതൻ എന്നുള്ള ഒരു കോൺസെപ്റ്റും നമ്മൾ അവസാന ഭാഗത്ത് കണ്ടു. ഇത്രയുമൊക്കെയാണ് ഈ ഒരു 2 അധ്യായങ്ങളിൽ ഉള്ള പ്രധാനപ്പെട്ട ചിന്തകൾ. ഒരു ഏകദേശം ഐഡിയ ഒക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാം. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ്. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Thank you.